കേരള ക്രൈസ്തവ പാരമ്പര്യത്തിൽ ദീപ്തമായ ഒരു അധ്യായം കുറിച്ച ഭാരതസഭയുടെ നവോത്ഥാന നായകനും മലങ്കരയുടെ അഭിമാനവുമായ ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിലേക്ക് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പിതാവിൻ്റെ ജീവിത ദർശനങ്ങളെ അതിൻ്റെ ആഴത്തിലും അർത്ഥത്തിലും മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ജൂലൈ മാസം 1 മുതൽ 15 വരെയുള്ള ഈ ദിവസങ്ങളിൽ ഒരു സന്യാസവര്യന്റെ ദൈവാനുഭവത്തിന്റെ ഉൾവെളിച്ചത്തിൽ അദ്ദേഹം രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലൂടെ യാത്ര ചെയ്യുകയാണ് നാം. തൻ്റെ ജീവിതത്തിൽ കൂദാശകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തിയായിരുന്നു ധന്യൻ മാർ ഇവാനിയോസ് പിതാവ്. കൂദാശകളെക്കുറിച്ച് പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമുള്ള തീക്ഷ്ണത ഷെമ്മാശനായിരിക്കുമ്പോൾ തന്നെ കൂദാശ ഷെമ്മാശൻ എന്ന വിളിപ്പേര് ലഭിക്കുന്നതിന് കാരണമായി. കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും മാഹാത്മ്യവും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും അനുഭവവേദ്യമാക്കാനും അദ്ദേഹം യത്നിച്ചു. ഈ പരിശ്രമ ഫലമാണ് വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിന്റെ രചനയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഈ ഗ്രന്ഥത്തെ 2 ഭാഗങ്ങളായി തിരിക്കാം. ഒന്നാം ഭാഗത്ത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായ അറിവുകൾ വേദപുസ്തകാടിസ്ഥാനത്തിലും പൗരസ്ത്യ വേദശാസ്ത്ര പശ്ചാത്തല അടിസ്ഥാനത്തിലും ചോദ്യോത്തര രൂപത്തിൽ 10 അധ്യായങ്ങളിലായി പിതാവ് അവതരിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ സംസർഗം എന്നാരംഭിക്കുന്ന 2ാം ഭാഗത്ത് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള 30 ദിവസത്തെ ധ്യാന വിചിന്തനങ്ങളാണ്. ഇവ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ക്രിസ്തുവുമായി ആത്മീയ സംഭാഷണത്തിൽ ഏർപ്പെടാൻ വിശ്വാസിയെ പ്രാപ്തമാക്കുന്നു. 1ാം അധ്യായത്തിലെ ഈ 10 അധ്യായങ്ങളാണ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത്. ആദ്യ ഭാഗത്തിലെ 1ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാന, ദിവ്യ സംസർഗം, മഹാരഹസ്യം, ജീവന്റെ കനി, പൂർണ്ണതകളുടെ പൂർണ്ണത എന്നിങ്ങനെയുള്ള പ്രതിബിംബങ്ങളിലൂടെ അറിയപ്പെടുന്നതിൻ്റെ കാരണങ്ങളും, 2ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചും, 3ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമായ പൂജ്യവസ്തുക്കളെക്കുറിച്ചും പിതാവ് പഠിപ്പിക്കുന്നു. 4ഉം 5ഉം അധ്യായങ്ങളിലായി വിശുദ്ധ കുർബാനയെ കർത്താവിൻ്റെ ഓർമ്മയായും യാഗമായും അവതരിപ്പിക്കുന്നതിനോടൊപ്പം ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും കർത്താവിൻ്റെ മനുഷ്യാവതാരമാകുന്ന യാഗം ആവർത്തിക്കപ്പെടുന്നുവെന്നും ആ യാഗം മൂലം വന്നു ചേർന്ന പുണ്യത്തെയും കൃപയെയും വിശുദ്ധ കുർബാന വഴി സംലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്നും വിശദമായി പിതാവ് പഠിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ പ്രാധാന്യം, കുർബാന അനുഭവത്തിന്റെ പ്രാധാന്യം, വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവ പങ്കുവെച്ചതിനു ശേഷം 10ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയിൽ ഒരുക്കത്തോടെ നാം എങ്ങനെ പങ്കുകൊള്ളണമെന്നും പിതാവ് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ 1ാം ഭാഗം അവസാനിക്കുന്നു. ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഉൾവെളിച്ചം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം ക്രമീകരിക്കുന്നതിന് ഏറെ സഹായകമാണ്. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മയാചരിക്കുന്ന പരിശുദ്ധിയുടെ ഈ 15 ദിവസങ്ങളിൽ ഗുരുദർശനത്തോടൊപ്പം സഭയൊന്നു ചേർന്ന് പിതാവിൻ്റെ ആത്മീയതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം.